റജബിലൂടെ അടിമ അധ്വാനിച്ചത് ഉടമക്കാരന്റെ മുന്നിലെത്തണം. മുന്നിലെത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അകന്നുപോയി. വീണ്ടും മുന്നിലെത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്ക്. റജബിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. അതിനർത്ഥം മറ്റു മാസങ്ങളിൽ ഇസ്തിഗ്ഫാർ ഇല്ല എന്നല്ല, ഇസ്തിഗ്ഫാർ എന്നും വേണം. പക്ഷെ റജബിൽ വർദ്ധിപ്പിക്കണം. ഏതുപോലെ? നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം. മൻ സ്വല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ ഹറമ അല്ലാഹു ജസദഹു അലൻ നാർ. എല്ലാ ദിവസവും ഒരാൾ മുത്തനബിക്ക് 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ശരീരം അല്ലാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും 1000 സ്വലാത്ത് മുസ്തഫ നബിക്ക് ചൊല്ലുക. എല്ലാ ദിവസവും ചൊല്ലുക, എന്നും ചൊല്ലുക. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല, അത് ചെയ്തിരിക്കണം എല്ലാ ദിവസവും. അത് മുഅ്മിനിന്റെ വാതിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫഅൻത ബാബുല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള കവാടം മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാതിലിൽ മുട്ടൽ സ്വലാത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് വെള്ളിയാഴ്ച കുറച്ചെങ്കിലും കൂട്ടണം. എന്തുകൊണ്ട്? നിങ്ങൾ വെള്ളിയാഴ്ച രാവ് പകലുകൾ എന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്ക്. എല്ലാ ദിവസവും റസൂലുള്ളാഹിക്ക് 1000 സ്വലാത്ത് ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചൊല്ലിയ ആൾക്ക് നരകം ഹറാമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. റമളാൻ മാസം വരാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയിട്ട് ജീവിതത്തിൽ അങ്ങോട്ട് പാലിക്കണേ. മൻ സ്വല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ, എല്ലാ ദിവസവും ഒരാൾ എന്റെ മേൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമ അല്ലാഹു ജസദഹു അലൻ നാർ, നരകം അയാളുടെ ശരീരത്തിന് മേൽ അല്ലാഹു ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും മുസ്തഫ നബിക്ക് 1000 സ്വലാത്ത്. ഒരു 50 മിനിറ്റ് മെല്ലെ പോകുന്ന ഓത്തുകാരനാണെങ്കിൽ, ചൊല്ലലുകാരനാണെങ്കിൽ 1 മണിക്കൂർ, ഏറെ പറ്റേ ബത്തീഖുൽ ഹറക്കത്താണെങ്കിൽ 1.25 മണിക്കൂർ, അത്രേ വേണ്ടിയുള്ളൂ. 1 മണിക്കൂർ മതി. ഏറെ വന്നാൽ അതിൽ 1/4 മണിക്കൂർ 4 തവണയായി ചെല്ലിയാലും ഒറ്റയടിക്ക് ചെല്ലണം എന്നൊന്നുമില്ല. 24 മണിക്കൂറിനുള്ളിൽ 1000 സ്വലാത്ത് മുത്തനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. വർക്കപ്പറം മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏത് ദിവസവും അതാ പ്രധാനം. വെള്ളിയാഴ്ച കൂട്ടണം. വെള്ളിയാഴ്ച ദിവസത്തിലാകുമ്പോൾ നിങ്ങൾ എന്റെ മേൽ അത് പെരുപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്? എല്ലാ ദിവസവും റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യണം? 1000 സ്വലാത്ത്. വെള്ളിയാഴ്ച കൂട്ടണം. അപ്പൊ വെള്ളിയാഴ്ച 1000 പോലെ കുറച്ചും കൂടി കൂട്ടണം. മറ്റൊരു സിസ്റ്റാണ്. എല്ലാ ദിവസവും 1000 സ്വലാത്ത് മുത്തനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ റസൂലുള്ളാഹിനോടുള്ള കടമയാണ്. കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആകാനുള്ള കാരണം മുത്തനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് ദുനിയാവിൽ നമുക്കിപ്പോ ഒരു മാസം വരാൻ പോണ്ടല്ലോ റമളാൻ. ഇതിന് കാരണം മുത്ത് മുഹമ്മദ് ബിൻ ഖസായിസ് മുഹമ്മദ്. റമളാൻ കിട്ടിയത് മുത്തനബിയുടെ പ്രത്യേകതയാണ്. ഖുർആൻ കിട്ടിയത് മുത്തനബിയുടെ പ്രത്യേകതയാണ്. ചിന്തിക്കുക. ഈ സമുദായത്തിന് മറ്റുള്ള എന്തിനേക്കാളും പ്രാധാന്യമുണ്ടായത് മിൻ ഖസായിസ് മുഹമ്മദിൻ, മുത്തനബിയുടെ പ്രത്യേകതയാണ്. എന്തിനേക്കാളും പ്രത്യേകത ബാധ്യത മുത്തനബിയോടാണ്. അടിമകളിൽ, സൃഷ്ടികളിൽ ഒരാളോട് മനുഷ്യന് ബാധ്യതയുണ്ടെങ്കിൽ അത് മുത്തനബിയോടാണ്. അതാണ് ഇവിടെ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്കാം. എല്ലാ ദിവസവും റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലണം. 1000 സ്വലാത്ത്. വെള്ളിയാഴ്ച ആകുമ്പോൾ കൂട്ടണം. ഫഅക്സിറൂ ഫീഹി അലയ്യ മിനസ് സ്വലാത്ത് ഫഅക്സിറൂ ഫീഹി ഫഇന്ന മിൻ ഖൈരി അയ്യാമികും യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ചുയരുന്നതിൽ ഏറ്റവും പ്രധാന ദിവസം വെള്ളിയാഴ്ചയാണ്. ആ ദിവസം നിങ്ങൾ എന്റെ മേൽ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം സ്വലാത്തിനെ പെരുപ്പിക്കലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നൊരു
പോലെ തിരിച്ചു വരി. അവിടെ രണ്ട് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ഒന്ന് ഒരു ബാധ്യത ബോധ്യപ്പെടുത്തുക, രണ്ട് ഒരു ഉപമയെ പറയുക. നമ്മൾ രണ്ട് വിഷയത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഒന്ന് റജബിലേക്ക് ഒരു ഉപമ എടുത്തതാണ്. എന്നാൽ അതിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്ത്? അത് ചെയ്യാത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. വെറുതെ നടക്കണ്ട, സമയം വെറുതെ കളയണ്ട. ദുനിയാവ് അവസാനിക്കാൻ പോവാണ്. നാവുമ്മൽ ചെങ്ങല വീഴ്ത്തേണ്ട കാലം വന്നിരിക്കുന്നു. നാവ് കൊണ്ടാണ് എല്ലാ ആളുകളും ഇനി നരകം കൊയ്യുക. അല്ലാഹു കാക്കട്ടെ. നരകത്തിലേക്കുള്ള കൊയ്ത്തുകാലം വന്നിരിക്കുന്നു. നരകത്തിലേക്ക് കൊയ്ത്തുകാലം ആരംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം നരകക്കൊയ്ത്താണ്. നരകക്കൊയ്ത്തു തന്നെ. ഇനിയുള്ളത് നരകക്കൊയ്ത്തിന്റെ കാലമാണ്. നരകം മനുഷ്യന് കൊയ്തെടുക്കാൻ പോവുകയാണ്. ദുനിയാവ് എവിടെയും നരകക്കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ പേടിച്ചുകൊള്ളുക. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരെ നരകക്കൊയ്ത്ത് നടക്കുകയാണ്. എവിടെയും നരകക്കൊയ്ത്തു തന്നെ. നരകം കൊയ്തെടുക്കുകയാണ്. മനുഷ്യരെ നിസ്കരിക്കുന്നവർ പോലും നരകക്കൊയ്ത്തിൽ പെട്ടിരിക്കുകയാണ്. നോമ്പ് നോൽക്കുന്നവരും നരകക്കൊയ്ത്തിലേക്കുള്ള ഓട്ടത്തിലാണ്. നരകം കൊയ്തെടുക്കാൻ ഓടുകയാണ് മനുഷ്യൻ. നരകം കൊയ്തെടുക്കുന്നത് എങ്ങനെയാണ് ചോദിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് മുസ്തഫ മുആദിനോട് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈകാന. റസൂലുള്ളാഹിക്ക് ജവാബ് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, പിന്നെയും വിളിച്ചു, യാ മുആദ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് മുആദിനെ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമായി. എന്റെ ഈ മുആദ് ഉണ്ടല്ലോ, നാളെ മഹ്ശറയിൽ വരുമ്പോൾ എല്ലാ ആലിമീങ്ങളെയും മുന്നിൽ നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ മുആദിനെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ യഅതി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമാ തഅല്ലമുൽ ഖുർആന മിൻ അർബഅ. നാലാളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. മിൻ ഉബയ്യ് ബിൻ കഅബ് വമിൻ സാലിം വമിൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് വമിൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു. നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഉബയ്യ് ബിൻ കഅബിൽ നിന്ന്, ഒന്ന് സാലിമിൽ നിന്ന്, ഒന്ന് ഇബ്ൻ മസ്ഊദിൽ നിന്ന്, ഒന്ന് മുആദ് ബിൻ ജബലിൽ നിന്ന് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഖുർആന്റെ ഓത്ത് പഠിക്കുക. തഅലമുൽ ഖുർആന മിൻ അർബഅ. നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ എന്ന് മുത്തുനബി പറഞ്ഞതിൽപ്പെട്ട ഒരാളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ മുആദിനെ റസൂലുള്ളാഹി വലിയ ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖ്തി യൗമൽ ഖിയാമ അമാമൽ ഉലമാ. അന്ത്യനാളിൽ ആലിമീങ്ങളുടെ മുന്നിലായിരിക്കും മുആദ് നടന്നു വരികയാണ് മുഹമ്മദ് മുസ്തഫ. മൂന്നോട്ടം മുആദിനെ വിളിച്ചു എന്നത് പറഞ്ഞു മുആദേ. പിന്നെ ചോദിച്ചു, മുആദേ, ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുവാനുള്ള ഒരു കാരണം നിനക്കറിയുമോ? അല്ലാഹു റസൂലു അലം. എനിക്കെന്തറിയും നബിയേ? അല്ലാഹു റസൂലിനല്ലേ അറിയുള്ളൂ. അപ്പോൾ പറഞ്ഞു, വമിൻ ഹസാഇദി അൽസിനതിഹിം. മനുഷ്യരുടെ നാവ് കൊയ്തെടുത്തത് കൊണ്ടായിരിക്കും മനുഷ്യർ നരകത്തിൽ വീഴുന്നത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വർക്കപ്പറ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ഖൈറ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വെച്ചാല് പിന്നെ ബാക്കിയൊക്കെ അള്ളാഹ് എത്തിച്ചു തരും. 1000 സ്വലാത്ത് എല്ലാ ദിവസവും റസൂലുള്ളാഹിക്ക് ചൊല്ലിക്കാളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു വയലിന് ഒരു ലാഭം വേണ്ടേ മനുഷ്യന്മാരെ? സംഘാടകര് പറയും അത്യാവശ്യം നല്ല ലാഭം ഉണ്ടായി, വയലും 6 ദിവസം കഴിഞ്ഞപ്പോൾ 50,000 രൂപ ബാക്കിയുണ്ടായി. അതിന് ലാഭം എന്ന് പറയില്ല, അതിന് ആട്ടെന്നേ പറയുള്ളൂ. ദുനിയാവ് എത്ര ഉണ്ടായാലും അതിനനുസരിച്ച് കമ്മിറ്റിയിൽ തല്ലുണ്ടാവും എന്നല്ലാതെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ ലാഭം? ലാഭം എന്തെന്നാൽ അതിലൂടെ ജനങ്ങൾക്ക് ഒരു ഹിദായത്തിന്റെ വഴി തുറന്നു കിട്ടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ വയലും ഒരു കാര്യം ഉണ്ടാകട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? എല്ലാ ദിവസവും റസൂലുള്ളാഹിക്ക് 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാരി. അവന്റെ ശരീരത്തിന് അള്ളാഹു നരകം ഹറാമാക്കും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചെയ്യുന്ന ആളുകൾക്ക് കൈ പൊക്കാം. ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കൈ പൊക്കാം, ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈ പൊക്കാം. 1 2 3 4 5 6 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ കാവനൂരിന്റെ മേലിൽ ആകാശം പൊളിഞ്ഞാടാതിരിക്കാനുള്ള കാരണം മനസ്സിലായി. ഇവർ 5-6 മനുഷ്യന്മാർ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അടുത്തൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഇവര് മരിച്ചു പോകാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, ഉണ്ടാകാതിരുന്നിട്ടും കാര്യമില്ല.
അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബാക്കിയുള്ളവരും ചൊല്ലിക്കാളി 1000 സ്വലാത്ത് മുത്തുനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്തൊരു അമലാണ്. അതിൻ്റെ ഒരു ഫളിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതല്ലല്ലോ വിഷയം. നിങ്ങളത് ചെയ്യ്, നിങ്ങൾക്ക് പറ്റ ഫലുണ്ടോ ഉറപ്പ്. ഒരുപാട് തുജ്ലിബുൽ അർസാഖ, ഭക്ഷണവും നിഅമത്തും അത് വലിച്ചു കൊണ്ടുവരും. അത് ദാരിദ്ര്യത്തെ അത് സലാത്ത് തംനഉൽ ഫഖറ, ദാരിദ്ര്യത്തെ തടഞ്ഞു തരും. ഭക്ഷണത്തെ വലിച്ചു കൊണ്ടുവരും, നേട്ടത്തെ കൊണ്ടുവരും, ആഖിറത്തെ നേട്ടപ്പെടുത്തും. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് അവകാശിയാവും. ഇന്ന ഔലന്നാസി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ മിനസ്സലാ. അന്ത്യനാൾ വന്നാൽ ജനങ്ങളെ കൂട്ടത്തിൽ എന്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ, എന്നോട് ഏറ്റവും ബന്ധമുള്ള ആളുകൾ, അക്തറുഹും അലയ്യ മിനസ്സലാ, എന്റെ മേൽ ഏറ്റവും സ്വലാത്ത് ധരിപ്പിച്ചവരായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരാളുണ്ടാവില്ല. ബന്ധപ്പെട്ട ഒരാൾ, ഏറ്റവും ബന്ധപ്പെട്ട ആൾക്ക് അയാൾക്ക് ചിലപ്പോൾ നിയമം പോലും ബാധകമാവുകയില്ല. പിണറായി വിജയനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 25 ആളുകൾ വന്നു, 35 ആളുകൾ വന്നു, വരുന്നു വെക്കുക. വന്നാൽ ഉദ്യോഗസ്ഥന്മാർ പറയുക, എന്താ പറയുക, ഉദ്യോഗസ്ഥന്മാർ ക്യൂ സിസ്റ്റം പാലിക്കണം എന്ന് പറയും. അത് അയാൾ ഓഫീസിന്റെ മുന്നിൽ തന്നെ. പിണറായി വിജയൻ ഒരു ഉദാഹരണം, ഞാൻ അതിന്മേൽ പ്രശ്നം ഉണ്ടാക്കണ്ട, ഒരു ഉദാഹരണം പറയാം. ക്യൂ സിസ്റ്റമാണ്, ക്യൂ അങ്ങനെ. അതേ സമയത്ത് പിണറായിന്റെ സ്വന്തം ഒരാളുണ്ടാവും, അയാൾക്കൊരു ക്യൂ ഉണ്ടാവില്ല. അയാൾ ഓഫീസിൽ വരുന്നോടുകൂടെ തന്നെ പോലീസുകാർക്ക് മനസ്സിലാവും ഇത് പിണറായിന്റെ സ്വന്തം ആളാണ്. അയാൾ ക്യൂവിലൊന്നും നിൽക്കൂല. അയാൾക്ക് കടലാസും ഫയലും ആവശ്യമല്ല. അയാൾ ഫയൽ ശരിയാക്കി വന്നിട്ടില്ല. അയാൾ നേരെ കയറി പിണറായിന്റെ ഓഫീസിൽ പോയി. അപ്പോൾ അടുത്ത ക്ലാസ് അപ്പുറത്തെ ഒരാളോട് സംസാരിക്കും. നാളെ തൽക്കാലം പിണറായി എന്ത് പറയും, മുഖ്യമന്ത്രി എന്ന നിലക്കാണ് നമ്മുടെ പിണറായിയെ ഉദ്ധരിക്കുന്നത്, എന്ത് പറയും? അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന ആളോട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് കാത്തിരിക്കുന്ന, സ്വന്തം ആളോട് സംസാരിച്ച് അയാൾ ഒഴിവാക്കിയിട്ട് അയാൾ പിന്നെ മറ്റുള്ളവരിലേക്ക് തിരിയുള്ളൂ. എന്ത്? അത് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അന്ത്യനാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട ആള് എന്റെ മേൽ ഏറ്റവും സ്വലാത്ത് ചൊല്ലിയവരായി ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അസ്ബതുകും അല സിറാത്തി, സിറാത്ത് പാലത്തിൽ ഏറ്റവും പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അക്തറുഹും അലയ്യ മിനസ്സലാ, എന്റെ മേൽ ഏറ്റവും സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് നേട്ടമുണ്ട്. ഞാനിവിടെ സലാത്തിനെ ഒരു ഉപമയായി കൊണ്ടുവന്നതാണ്. വിഷയത്തിലേക്ക് തിരിച്ചു പോകും. ഈ ഉപമ ഞാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ഉപമയുമാണ്. എന്തിന്? ഇനിയിപ്പോ റമളാന്റെ മുമ്പിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ തന്നെ തുടങ്ങുക. അത് 6 ആള് ചെല്ലിയാ പോരാ. 6 ആൾക്ക് 6 ആളുടെ ഖബർ. അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മളെ ഖബർ ശരിയാവണ്ടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനോട് ഒരുങ്ങിക്കാളാ. അയിമ വെറുതെ നാവ് വെറുതെ പണിയെടുക്കണ്ട, നാവ് വെറുതെ കളയണ്ട. ഇതിലൊരു 2 ഗുണമുണ്ട്. എന്ത്? ആ സമയത്ത് നാവ് നമ്മൾ അതിൽ ശ്രദ്ധിക്കും. 3, രണ്ടാമത്തെ കാര്യം, ഒരു ഒഴിവ് കിട്ടിയാൽ ഒരു ഗീബത്ത് പറയാൻ പോകൂല. നമുക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട അമലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മളെ നാടുകളിൽ നാട്ടുപുറത്തൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം, ചില ആളുകൾ എന്ത് ചെയ്യും എന്നറിയോ? എന്ത് ചെയ്യും? നമ്മുടെ നാടും പുറത്തുകൂടെ ഒക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, അത് പോയിരുന്നു. ഇപ്പൊ വീണ്ടും തിരിച്ചു വരിക. നാടും പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ പീടിയക്കൊലിന്റെ സൈഡിൽ ഈ കാരംസിന്റെ ബോർഡ് വിട്ടിട്ട് ഇങ്ങനെ വെണ്ണൂരിൽ കിടക്കുന്ന പട്ടിയെ പോലെ ഓരോരുത്തർ കാണാൻ വെണ്ണൂരിൽ കുളിച്ചിട്ട് ഇതിങ്ങനെ മുടിക്കുരി അടിച്ചിരിക്കുന്ന ആളുകളെ ഇപ്പൊ നാട്ടിൽ വീണ്ടും ഈ കാരംസ് ഒക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ മുടിച്ച് കളയാണ്. മുടിക്കാന്നാ പറയാ. മുടിക്കുക എന്നുള്ള വാക്കന്നെ നല്ല വാക്കല്ല, അത് മുടിച്ച് കളയാണ്. മുടിക്കാണ്. എന്തിനാണ് ചെയ്യുന്നത്? ഓൺ ടൈം പാസ്, ടൈം ഒന്ന് പോകണ്ടേന്നാ പറയുന്നത്. ഇതോ മുടിച്ച് കളയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്ക്. എന്തേ അതിനൊക്കെ നിനക്ക് പോകാൻ കഴിഞ്ഞോ? നിനക്ക് ബോധമില്ല. يتحسر ابن آدم يوم القيامة عن ساعة لم يذكر الله فيها. അള്ളാന്റെ ദിക്റിലല്ലാതെ കഴിഞ്ഞു പോയ ഒരു സമയത്തെ കുറിച്ച് ഖേദിക്കാത്ത ഒരു മനുഷ്യനും അന്ത്യനാളിൽ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് തുറന്നാമി പറയാം, ഉറക്കെ പറയാം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ബോധം തരട്ടെ. വെറുതെ കളയണ്ടട്ട. 2 കാര്യം. ഒന്ന്, സിറാത്ത് പാലത്തിൽ മൻ കസറ സലാത്ത് അല നബിയിൽ മുസ്തഫ കാന ലഹു നൂറുൻ അല സിറാത്തി മൻ കാന ലഹു നൂറുൻ അല സിറാത്തി ലം യകുൻ മിൻ അഹ്ലി നാരി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.
ശ്രദ്ധിക്കണില്ലേ? ഒരാൾ സ്വലാത്തിനെ പെരുപ്പിച്ച് ചെല്ലുന്നുവെങ്കിൽ സിറാത്ത് പാലത്തിൽ അവന് പ്രകാശം ലഭിക്കും. സിറാത്ത് പാലത്തിൽ ഒരാൾക്ക് പ്രകാശം ലഭിച്ചാലോ അയാൾ നരകക്കാരൻ ആവുകയില്ല, അയാൾ നരകത്തിൽ പെടുകയില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാം, ആണും പെണ്ണും 1000 സ്വലാത്ത് മുത്തുനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരെ അറിഞ്ഞ ആണുങ്ങളെ പെണ്ണുങ്ങളെ എപ്പോൾ മരിക്കണം? നാളെ മരിച്ചുവിടോ മനുഷ്യന്മാരെ. ഈ മനുഷ്യന്മാരൊക്കെ നാളെ രാവിലെ ഈ നേരമാകുമ്പോഴത്തേന് മണ്ണിലായി കൂടെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്താ കയ്യിലുള്ളത്? എന്ത് കയ്യിൽ എന്താ ഉള്ളത്? എന്ത് വിചാരിച്ചിട്ടാണ് ഈ ധൈര്യത്തിൽ നടക്കുന്നത്? എന്താണ് കയ്യിലുള്ളത്? അതുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധിക്കുക, സ്വലാത്തിനെ പെരുപ്പിക്കുക മുത്തുനബിയുടെ മേൽ. പിന്നെ ഇതിന് മൂന്നാമത്തെ ഒരു ഗുണമുണ്ട്. എന്റെ മൂന്നാമത്തെ ഗുണം, അത്തരം ആളുകൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് കൽപ്പിച്ച ഒരു വിഷയമാണത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് വസ്സലാം ചൊല്ലാൻ അല്ലാഹുവിന്റെ പ്രത്യേക കൽപ്പനയുണ്ട്. അത് ചെയ്തവരോട് മുത്തിന് അള്ളാഹ്ക്ക് വല്ല ഇഷ്ടവുമുണ്ട്. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടാകും. ഈ ആളെ മേൽ അള്ളാഹിന്റെ നോട്ടം വരും. ആ നോട്ടം വന്നാൽ പിന്നെ അവൻ അള്ളാഹിന്റെ റിദ്വാനിൽ പെടും. അള്ളാഹിന്റെ റിദ്വാനിന്റെ ദായറയിൽ പെട്ടാലോ അനാവശ്യങ്ങളിൽ നിന്നും മലക്കുകൾ സംരക്ഷിക്കും. മുത്തുനബിന്റെ ആളാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ അങ്ങാടി കൂടെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ കുതിര വിടാൻ പോകുന്നുണ്ട്. നോക്കുക, അവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഘം ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കൂ, അങ്ങനെ പോകുന്ന കൂട്ടത്തില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹിതനും നമ്മളെ ദീനിയായ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഇന്നാലിന്ന അബ്ദുറഹ്മാന്റെ മകൻ, ചെറിയ ഒരു 10 വയസ്സായ കുട്ടിയും അവനും ബോധമില്ലാതെ ആ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് ആ കുഞ്ഞുമോനെ ഇങ്ങോട്ട് പിടിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ അവരെ കൂടെ പോവാണ്. എന്നെ കൊണ്ട് അത്യാവശ്യം ഓൻ വന്നിട്ടില്ലെങ്കിൽ കയ്യിന് കൂട്ടി പിടിക്കും, കൊണ്ടുപോകും, എന്നിട്ട് എവിടെ ആക്കി കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇത് അന്ന് ആ കൂട്ടത്തിൽ വേറെ കുറെ കുട്ടികൾ പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കൂല. അത് നമ്മളാളല്ല. ഇത് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് നമ്മൾ അബ്ദുറഹ്മാന്റെ കുട്ടിയാ. നാട്ടിൽ എന്ത് നല്ല ഉണ്ടാവുകയാണെങ്കിലും മുന്നിൽ നിൽക്കണോനാ. ഓന്റെ കുട്ടി നഷ്ടാൻ പാടില്ല. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ മനുഷ്യന്മാര്? ഇവിടെ കുറച്ച് ആളുകളുണ്ട്, അള്ളാന്റെ പട്ടാളം. നമ്മൾ ലക്കും ലഗാനും ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലക്ക് കെട്ട പോക്ക് അവർ നിയന്ത്രിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനാണ് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പിന് വലിയ പൈസ, ദിവസം 1000 സ്വലാത്ത്. അതാ മെമ്പർഷിപ്പ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് ഒരു വകുപ്പുണ്ടാവില്ല. മാരിഫത്തിന്റെ ബേസ് അള്ളാഹുവിനെ ഒരു അടിമക്ക് തിരിയണമെങ്കിൽ മുത്തുനബിയെ തിരിയണം. മുത്തുനബിയെ തിരിയണമെങ്കിൽ 1000 സ്വലാത്ത് ദിവസം നൽകണം. തിരിയാൻ തുടങ്ങണമെങ്കിൽ പിന്നെ തിരിയും. അപ്പോഴൊന്നും തിരിയില്ല, പിന്നെ തിരിയാൻ തിരിഞ്ഞാലും വലിയ കാര്യമല്ല. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് തിരിയാത്ത ആളുകൾ പിന്നെ അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമല്ല. അവര് വരി വായിച്ചിട്ട് വെറുതെ കൊഞ്ഞനം കുത്തും, വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അതൊന്നും വിഷയമല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു പണിയും ഇല്ല, ഇത് നിസ്സാരാണ്. 1 മണിക്കൂർ ഒന്ന് നീക്കിച്ചാലേ എല്ലാവരും അത് ശ്രദ്ധിക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും 1000 സ്വലാത്ത് ദിവസം മുത്തുനബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ. അതിലൊരുപാട് കാര്യമുണ്ട്. ഒരു കാര്യം എന്താ? മലക്കുകൾ നമ്മളെ ലിസ്റ്റിൽപ്പെടുത്തും. നമ്മളൊരാളാണ്. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ഇത് നമ്മളാളാണ്. മുത്ത് റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പിന്നെ കാണുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി കിടക്കുക, അപ്പോൾ കാണുക 2 മലക്ക്. തലന്റെ അവിടെ ഒരു മലക്കും നിന്നു, കാലിന്റെ അവിടെ ഒരു മലക്കും നിന്നു. ഒരു മലക്കിനോട് മറ്റേ മലക്ക് ചോദിച്ചു, മാ തഖൂലു ഫീ ഹാദ, ഈ ആളെ പറ്റി എന്റെ അഭിപ്രായം എന്താ? അപ്പോൾ പറഞ്ഞു, മത്ബൂബുൻ, സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. കിണറ്റിന്റെ കുളത്തിന്റെ അടിയിൽ, കല്ലിന്റെ അടിയിൽ കൊണ്ടുപോയി സിഹ്ർ ചെയ്തു വെച്ചു.
ആ സിഹറിനെ കുറിച്ച് റസൂലുള്ളാഹി വലിയ വിഷമത്തിലായി. രണ്ട് മലക്കുകളെ അല്ലാഹു നിയോഗിച്ചു. മലക്കുകൾ ഒരാൾ തലയുടെ അടുത്ത് നിന്ന് ഒരാൾ കാലിന്റെ അടുത്തും. എന്നിട്ട് ഒരാൾ മറ്റേ ആളോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താ ഇയാളെ പറ്റി? അപ്പോൾ പറഞ്ഞു, മത്ബൂബുനായി മസ്ഹൂറുൻ, സിഹർ ബാധിച്ചിരിക്കുന്നു. പിന്നെ ബാധിക്കാൻ എന്താ മാർഗം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, അപ്പോൾ അല്ലാഹു സൂറത്തിനെ ഇറക്കി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നതുപോലെ അള്ളാഹുവിന്റെ അടിമകൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു മലക്ക് മറ്റേയാളോട് പറയും, ഇയാൾ അങ്ങനെ വിടാൻ പാടില്ല, ഇയാൾ ആ കൂട്ടത്തിൽ വിടാൻ പാടില്ല, നമ്മൾ മെമ്പറാണ്, ഇയാൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന മെമ്പറാണ്, അയാൾ കൂട്ടത്തിൽ പോകാൻ പാടില്ല, ആ നാശാണ കൂട്ടത്തിൽ അയാൾ പോകാൻ പാടില്ല, അയാളെ നിയന്ത്രിക്കണം. അവൾ നിയന്ത്രിച്ചു. ചിന്തിക്ക്, ഒരു ലക്കും ലകാനില്ലാത്ത പോകുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് ഇറങ്ങിയതാണ്. അപ്പൊ അത്യാവശ്യമായി വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നു. വീട്ടിലേക്ക് നമ്മൾ തിരിച്ചുപോയി. എന്താ അത്യാവശ്യത്തിൽ? അല്ലെ പിന്നിൽ ആരാ? അള്ളാന്റെ മലക്ക്. അതുകൊണ്ട് എന്താണ്, 4 അടി വെച്ചാൽ അവരെന്തുണ്ടാവും? അവര് പോലീസിന്റെ പിടുത്തത്തിൽ പോകുന്ന ഒരു തല്ലാണ് ഇങ്ങനെ നടക്കാൻ പോണത്. നമ്മൾ അതിന്റെ 10 മിനിറ്റ് മുമ്പ് ഒഴിവായി കിട്ടി. നമുക്കൊരു കേസും ഉണ്ടായില്ല. അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു ഉദാഹരണമാണ്. ആകാശം നിറയെയും ഭൂമി നിറയെയും അല്ലാഹുവിന്റെ പട്ടാളമുണ്ട്. ആ പട്ടാളം സംരക്ഷിക്കും. അപ്പോൾ ഞാൻ ഈ വിഷയത്തിന് ഒരു ഉദാഹരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ചു പോകാണ്. റജബിലേക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അത് ഈ മാസം മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മെമ്പർഷിപ്പ് എടുത്തോളൂ. മുത്തുനബിക്ക് സ്വലാത്തില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ സ്വലാത്തിന്റെ സീഗയെ വിമർശിക്കും. സ്വലാത്തിനെ വിമർശിക്കാൻ നിർവാഹമില്ല. ആയത്തിൽ വന്നുപോയി. ഹദീസിൽ മാത്രമേ സ്വലാത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളെങ്കിൽ ആ ഹദീസ് ദഈഫാണെന്ന് അവര് പറയുമായിരുന്നു. ഇപ്പോൾ ചില ആളുകൾക്ക് സ്വലാത്ത് വിരോധികൾ ആദ്യത്തെ സ്വലാത്ത് പാടില്ല, മറ്റേ സ്വലാത്ത് പാടില്ല, മറിച്ചേ സ്വലാത്ത് പാടില്ല എന്നേ പറയുള്ളൂ. സ്വലാത്ത് പാടില്ല എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം ആയത്തിൽ വന്നുപോയല്ലോ. ആയത്തിനുള്ള ദഈഫാക്കുന്ന മെഷീൻ അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവരത് അടുത്ത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കണം. ഇത് നമ്മൾ അതിന്റെ ഉള്ളിൽ പെടണം. എല്ലാവരും മുസ്തഫ നബിക്ക് 1000 സ്വലാത്തില്ല എല്ലാ ദിവസവും. അതിനുവേണ്ടി സമയം കണ്ടുവെക്കണ്ടേ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വെള്ളിയാഴ്ചയോ എല്ലാ ദിവസവും ചൊല്ലുക. വെള്ളിയാഴ്ച നിങ്ങൾ പെരുപ്പിച്ച് ചൊല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്റെ മേൽ ചില സ്വലാത്ത് എന്റെ മേൽ കാണിക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ആബദ് ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നാണ് പറഞ്ഞാൽ റൗളയിൽ കിടക്കുന്ന മുത്തുനബി എന്ത് പറയും? വലൈക്കും സലാം തിരിച്ചു പറയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒറ്റവട്ട റസൂലുള്ളാഹി അലൈഹി സലാം ഹത്താ അറുദ്ദ അലൈഹി സലാം സ്വഹീഹ് മുസ്ലിം ഹത്താ അറുദ്ദ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. അല്ലാഹു എന്റെ റൂഹ് തിരിച്ചു തരും, ഞാൻ സലാം മടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധ വിട്ടു പോകരുത്. റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ഇസ്തിഗ്ഫാർ അധികരിച്ച് ചെല്ലുക. ഇത് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത് അടിമ ഉടമക്കാരിൽ നിന്ന് അകലുമ്പോൾ ഉടമക്കാരന്റെ മുന്നിലെത്തണം. ചിന്തിക്ക്. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. സൂറത്തുൽ അറാഫ്. ഖാല, അവർ രണ്ടാളും പറഞ്ഞു. സയ്യിദുനാ ആദം, വർക്കബറ സയ്യിദുനാ ആദം അലൈഹിസ്സലാം, ഉമ്മുന ഹവ്വാ റളിയല്ലാഹു അൻഹാ, അവർ രണ്ടാളും പറഞ്ഞു. എന്ത് പറഞ്ഞു? പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് പറഞ്ഞു? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ പിഴച്ചവരാണ്, ഞങ്ങൾക്ക് പിഴച്ചിട്ടുണ്ട്, ഞങ്ങളോട് അതിക്രമം ചെയ്തിരിക്കുന്നു,
ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തിരിക്കുന്നു. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം കാണിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. ഇബ്ലീസ് ആകാശത്ത് മുഴുവൻ സുജൂദ് നിറച്ചിട്ടുണ്ട്. കാന റഫീഖ ഖാസിനിൽ ജന്നത്തി റിളവാൻ, സ്വർഗ്ഗം കാക്കുന്ന മലക്കായ റിളവാന്റെ കൂട്ടുകാരനായിരുന്നു ആര്? ഇബ്ലീസ്. പക്ഷേ ഇങ്ങനെ ഒരു വട്ടം പോലും അസ്തഗ്ഫിറുല്ലാഹ് ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അയാൾ സുജൂദ് ചെയ്തിട്ടുണ്ട്, അയാൾ പലതും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എല്ലാം ഉണ്ട്, എന്തില്ല? ചിന്തിക്ക്. കാന റഫീഖൽ ഖാസിനിൽ ജന്നത്തി റിളവാൻ, സ്വർഗ്ഗം കാക്കുന്ന മലക്കായ റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനായിരുന്നു ഇബ്ലീസ്. കാന റഫീഖൽ ഖാസിനിൽ ജന്ന, സ്വർഗ്ഗം കാക്കുന്ന മലക്കായ റിളവാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടുകാരനായിരുന്നു ഈ ഇബ്ലീസ്. അതിനൊക്കെ അവൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വട്ടം പോലും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന വാക്ക് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. അത് ചെയ്യൂല. എന്തേ? അപ്പൊ താന്ന് നിൽക്കും. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് അബദ്ധമായി എന്ന് സാരം. അത് നടക്കൂല. ഇബ്ലീസിന് അത് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവനെ ഒഴിവാക്കി, അവനെ പുറത്താക്കി, ഒഴിവാക്കി. ആദമിനെ ഒഴിവാക്കിയതല്ല, ആദമിനെ അതിനേക്കാൾ വലിയ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി ഒന്നും കൂടി തിരിച്ചു പോയി വരാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ, ഒഴിവാക്കിയല്ല. ഇബ്ലീസിന് ആട്ടപ്പെട്ടവനാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ആട്ടപ്പെട്ടവനാണ്, റജീമാണ്, ആട്ടപ്പെട്ടവനാണ് ഇബ്ലീസ്. മൽഊനായ ഇബ്ലീസ്. ഉറക്കപ്പറ, ലഅനത്തുല്ലാഹി അലൈഹി, ആട്ടപ്പെട്ടവനാണ് ഇബ്ലീസ്. എന്തുകൊണ്ട് അവനെ ഒഴിവാക്കി? സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസും തമ്മിൽ വ്യത്യാസം എന്താ? ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം മുസ്തഗ്ഫിറാണ്, തായിബാണ്. അടിമയുടെ ഏറ്റവും വലിയ പരിപത്തനം തന്നെ ഇസ്തിഗ്ഫാർ, തൗബയാണ്. പുണ്യ റസൂൽ, പുണ്യ റസൂൽ തങ്ങൾക്ക് അവസാനം ഇറങ്ങിയ പൂർണ്ണാധ്യായം ഇദാ ജാ നസ്റുല്ലാഹ് എന്ന കൽപ്പന. ആ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഒരു പൂർണ്ണാധ്യായം ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. അവസാനം ഖുർആനിൽ ഇറങ്ങിയ പൂർണ്ണാധ്യായം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. ഇതാണ് ഖുർആനിലെ അവസാനത്തെ പൂർണ്ണാധ്യായം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പൂർണ്ണാധ്യായം ഇറങ്ങിയിട്ടില്ല. ഒറ്റ ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ഇതാണ് ഖുർആനിൽ ഇറങ്ങിയ ലാസ്റ്റ് പൂർണ്ണ അധ്യായം. ഒരു അധ്യായം പൂർത്തിയായിട്ട് ഇറക്കിയ ലാസ്റ്റ് ബഹുമാനപ്പെട്ട ഇദാ ജാ നസ്റുല്ലാഹ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇദാ ജാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, മക്ക സുവർണവും വന്നു കഴിഞ്ഞാൽ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വരുന്നത് അങ്ങ് തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. 4 കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക. 1 തസ്ബീഹ്, 2 ഹംദ്, 3 ഇസ്തിഗ്ഫാർ, 4 തൗബ. അതിന്റെ കൂടല്ലേ? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇതുമ്മലാണ് മുഴുകി. അതിന്റെ അവസാനം റസൂലുള്ളാഹി വഫാത്താവും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞ 4 കാര്യം അല്ലാഹുവിന്റെ അവസാനത്തെ പൂർണ്ണാധ്യായത്തിൽ 4 കാര്യ കൽപ്പന. ഏത്? ഓതിയോ നോക്ക്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
അള്ളാഹിനോട് ഏറ്റവും അടുത്ത അടിമയാണ് മുഹമ്മദ് മുസ്തഫ. അകന്ന അടിമയല്ല. അടുത്ത അടിമക്ക് പോലും ഇനിയും അടുക്കാനുള്ള മാർഗമാണ് തസ്ബീഹ്, ഹംദ്, ഇസ്തിഗ്ഫാർ, തൗബ. അപ്പോൾ അകന്ന അടിമയോടെ പറ്റി പറയേണ്ടതുണ്ടോ? മനസ്സിലായില്ല. അള്ളാഹുവിനേക്ക് ഏറ്റവും അടുത്ത അടിമയാണ് ആര്? ഉറക്കപ്പറ, മുഹമ്മദ് മുസ്തഫ. ഇത് ഖുർആനിൽ അവസാനം ഇറങ്ങിയ പൂർണ്ണാധ്യായം. ഈ അധ്യായം ഇറങ്ങിയതിനു ശേഷം അൻ ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ വഅൻ ഉമ്മി സലമ ഇവരൊക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം മുസ്തഫ നബിയുടെ നാവിൽ എപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ചൊല്ലി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 4 കാര്യം കൽപ്പിച്ച്: തസ്ബീഹ്, ഹംദ്, ഇസ്തിഗ്ഫാർ, തൗബ. ശ്രദ്ധിക്ക്, ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് പ്രത്യേകം സുന്നത്താണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകം. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അടിച്ചു പോകാം. മുമ്പ് പോകില്ല എന്നല്ല, 60-ന് ശേഷമൊക്കെ കിട്ടുന്നത് വലിയ ലാഭമാണ്. മുമ്പ് പോകില്ല എന്നല്ല, എപ്പോഴും പോകാം. അല്ലാഹു തആല നല്ല നിരക്ക് പോകാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതന്നെ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ചൊല്ലി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അവസാന കാലങ്ങളിൽ ഈ ദിക്റാണ് റസൂലുള്ളാഹി പെരുപ്പിച്ച്. അള്ളാഹുവിനേക്ക് ഏറ്റവും മുഖറബായ അടിമയാണ് മുഹമ്മദ് മുസ്തഫ. എന്നാലും ഏത് മുഖറബാണെങ്കിലും ഇതിനൊരു പരിധിയില്ല. ആർക്കും ചൊല്ലാം. അള്ളാഹുവെ മാപ്പാക്കണം, അള്ളാഹുവെ തൗബ ചെയ്യണം, അള്ളാഹുവെ പുറത്തിരണം, ആർക്കും പറയാം. ഏറ്റവും നല്ലവൻ എന്ന് പറഞ്ഞു. ഏറ്റവും നല്ലവൻ മുഹമ്മദ് മുസ്തഫ. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് ഷഹ്റുല്ലാഹ്, റജബ് അള്ളാന്റെ മാസം. അടിമക്ക് അള്ളാഹുവിനെ കിട്ടേണ്ട മാസം, അള്ളാഹിനെ കിട്ടാനുള്ള മാർഗം. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് പൊറുക്കലിനെ തേടുന്ന മാസം. അപ്പോ അടിമ എപ്പോഴും എന്ത് പറയാ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തെങ്കിലും ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതൊരു ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇസ്തിഗ്ഫാറാണ് ഇത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം എന്നുള്ളത് ഭയങ്കര സിഫത്താണ്. അസ്മാഉൽ ഹുസ്നയിൽ പ്രധാനപ്പെട്ട 2 സിഫത്താണ്. ഇസ്തിഗ്ഫാർ, പിന്നെ അള്ളാഹിന്റെ തൗഹീദ്, പിന്നെ അള്ളാഹിന്റെ ജലാലത്തിന്റെ പ്രധാനപ്പെട്ട 2 സിഫത്തുകൾ അൽ ഹയ്യ്, അൽ ഖയ്യൂം. അത് കൂട്ടി ചെന്ന് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3 വട്ടം കൂടി ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഒരു 3 വട്ടം കൂടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസം. ഇനി ഞാൻ വേറൊരു വർത്താനം പറയാം. നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. നേടിയൊന്നും പറയൂല. ഉള്ള സമയം വെറുതെ കളയണ്ട. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.